ഇത് ഒരു വർഷം കൊണ്ട് നമുക്ക് 1,00,000 രൂപ നമുക്ക് സമാഹരിക്കാൻ പറ്റും. പുതിയൊരു ഐഡിയ ആണ്, നൂതന വിദ്യ. ആദ്യം തന്നെ ഒരു പഴയ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം A4 ഷീറ്റ് എടുത്തിട്ട് ഈ നമ്മൾ നമുക്ക് 1,00,000 ആണോ വേണ്ടത്, 50,000 രൂപയാണോ വേണ്ടത്, ആദ്യം ഇപ്പോൾ ഞങ്ങൾ 1,00,000 കണക്കാക്കിയിട്ട് വെച്ചേക്കണത്. അപ്പോൾ ഇത് 1,00,000 കണക്കാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വർഷത്തിനുള്ളിൽ ചിലപ്പോൾ അതിന് മുന്നേ ആവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇത് അധികം കയ്യിൽ കാശ് ഇരിക്കുമ്പോൾ ചിലവ് വരുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉദ്ദേശിച്ചാണ് ഒരു വീഡിയോ ആണ്. അപ്പോൾ വീട്ടിൽ ഇത്രയും പോകുന്ന ഒരു പെട്ടി ഉണ്ടെങ്കിൽ അത് നമ്മൾ ബോക്സ് കാണുമ്പോൾ നമുക്കത് തുറക്കാൻ തോന്നും. അത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ കൊണ്ട് പാക്ക് ചെയ്യാൻ പറയണത്. അത് പാക്ക് ചെയ്തിട്ട് നടുക്കിൽ ഒരു ദ്വാരം ഇടണം, അതിലെ പൈസ ഇടണം. അത് കഴിഞ്ഞ് ഈ പൈസ ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. പിന്നെ പൈസ ഇടേണ്ടത് എങ്ങനെയാണെന്നാണ് ഞങ്ങൾ ഏകദേശം ഒരു കണക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഏകദേശമായാലും ഞങ്ങളത് ഡിവൈഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അല്ല, സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ഒരു നൂതന വിദ്യ. എല്ലാവർക്കും പൈസയ്ക്കൊക്കെ ആവശ്യം വരുന്ന ടൈം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സേവിങ് ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മളോട് കൂടുന്ന രീതിയിൽ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള എമൗണ്ടുകൾ അതിൽ ആഡ് ചെയ്തിടാം. A4 ഷീറ്റ് എടുത്തിട്ട് ഈ ബോക്സ് ഒട്ടിക്കണം. എന്നിട്ട് കള്ളി വരച്ച് എമൗണ്ടുകൾ എഴുതണം. ഞങ്ങൾ 10 രൂപ തൊട്ട് 500, പിന്നെ 500 ഈ 1000 എഴുതിയാണത് 500 × 2 അങ്ങനെ. എപ്പോഴെങ്കിലേക്ക് നമുക്ക് വല്ലപ്പോഴേക്ക് നമുക്ക് ഇടാൻ കിട്ടുള്ളൂ അങ്ങനെ. പിന്നെ ബിസിനസ്സുകാർക്കാണെന്ന് വെച്ചാൽ കുഴപ്പം വരില്ല, പിന്നെ ജോലിക്കാരായാലും വലിയ കുഴപ്പം വരില്ല. ഇത് ഒന്നും അറിയാണ്ട് ഒരു കൊല്ലം കൊണ്ട് നമുക്ക് 1,00,000 രൂപ ഒരു കാണാക്കാശായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയ എന്ന് തോന്നി. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും കൂടിയും ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത്. ഈ കള്ളിയിൽ എഴുതുമ്പോൾ 10ൻ്റെ നോട്ട് 1000 പ്രാവശ്യം എഴുതണം കേട്ടോ, എന്നാലാണ് ആ എമൗണ്ട് വരുള്ളൂ. 20ൻ്റെ നോട്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ 500 പ്രാവശ്യം ഇടണം. 50ൻ്റെ നോട്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ 500 പ്രാവശ്യം ആ കള്ളിയിൽ എഴുതി സെറ്റാക്കണം. നമ്മൾ A4 ഷീറ്റ് എടുക്കണ്ടല്ലോ. അപ്പോൾ ആദ്യം 10ൻ്റെ നോട്ട് എഴുതുമ്പോൾ 1000 എണ്ണം വേണം ആ കള്ളിയിൽ. 10ൻ്റെ നോട്ട് 1000 എണ്ണം, 20ൻ്റെ നോട്ട് 500 എണ്ണം, 50ൻ്റെ നോട്ട് 500 എണ്ണം, 100ൻ്റെ 100 എണ്ണം, 200ൻ്റെ 50 എണ്ണം, 500ൻ്റെ 50 എണ്ണം. ഇത് 1000 അപ്പോൾ ഇൻറ്റു 500 2 വെച്ചിട്ടൊക്കെ ഇടാൻ ആൾക്കാർക്ക് തോന്നുന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് A4 ഷീറ്റിൽ ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ എമൗണ്ട് ഇടുമ്പോൾ 10 രൂപയുടെ ഒരു കള്ളിയിൽ ഒരു 10 രൂപ എഴുതി കഴിഞ്ഞാൽ അത് അന്ന് വെട്ടി കഴിഞ്ഞാൽ അത് എഴുതിയതിന് ശേഷം അത് വെട്ടണം, പൈസ ഇട്ടതിന് ശേഷം. അപ്പോൾ നമുക്ക് ഒരു കൊല്ലം കൊണ്ടാണ് ഈ എമൗണ്ടുകൾ കറക്റ്റായിട്ട് വരാൻ പറ്റുള്ളൂ. ഇനി അത് ഞങ്ങൾ എഴുതിയിട്ട് വെക്കുന്നുണ്ട്, 1 മിനിറ്റ്. ഇപ്പം ഞങ്ങൾ എഴുതിയാണത് കണ്ട 1000ൻ്റെ കള്ളി ആ വരി അങ്ങനെ 10 എണ്ണം. 500ൻ്റെ കള്ളി ഇപ്പോൾ തല തിരിച്ച് പിടിച്ച് വെക്കണത് 500ൻ്റെ കള്ളി 50 എണ്ണം എഴുതിയിട്ടുണ്ട്. 200ൻ്റെ ഞങ്ങൾ 50 എണ്ണം തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് മെനക്കെട്ടിരുന്ന് എഴുതണം. ഇത് വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല. അത് നമ്മൾ ഓരോ ദിവസം ഓരോ എമൗണ്ട് ഇടാൻ പറ്റുക. ചിലപ്പോൾ 500 ഇടാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ 500ൻ്റെ കള്ളി അത് വെട്ടണം. പിന്നെ പിറ്റേ ദിവസം നമുക്ക് 200 രൂപ നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ 200ൻ്റെ കള്ളി വെട്ടണം. പിറ്റേ ദിവസം നമ്മുടെ കയ്യിൽ തീരെ ഒന്നുമില്ല, 100 രൂപയുള്ളൂ എന്നുണ്ടെങ്കിൽ 100 രൂപയുടെ കള്ളി വെട്ടണം. നമ്മൾ ഏതാണ് എമൗണ്ട് ഇടണമെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എഴുതിയ കള്ളി
മെല്ലെ വെട്ടണം. എന്നാലാണ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. സംഭവം ഇത് സക്സസ് ആവും. 1 കൊല്ലം കൊണ്ട് ശരിക്കും 1,00,000 രൂപ നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടും. ഇത് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നതിന് ഓടിപ്പോയിട്ട് ഈ പെട്ടി എടുക്കാനൊന്നും പോകണ്ട. അതൊരു കൊല്ലം കഴിഞ്ഞിട്ട് ഇതൊരു കാണാക്കാശ് പോലെ കിട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പല ആവശ്യങ്ങളും നമുക്ക് വരും. ആ നേരത്ത് ആരുടെ അടുത്തും പോയിട്ട് നമ്മൾ ചോദിക്കാൻ പോകേണ്ട ആവശ്യമില്ല. വേനലത്ത് മഷി കഴിഞ്ഞു എന്നാണ് തോന്നണേ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിരുന്ന് എഴുതി സമയം 6 മണിയായി. ഇതിൻ്റെ പ്രത്യേകത എന്തിട്ടാ, നമുക്ക് കയ്യിലിടണ റെഡിയാ കറക്റ്റായി. അല്ല, ഒരു ദിവസം നമുക്ക് 500 ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 500 എഴുതിയ കള്ളി വെട്ടാം. പിന്നത്തെ ദിവസം നമുക്ക് 2,500 ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 1000 എഴുതിയ കള്ളി വെട്ടാം. പിറ്റത്തെ ദിവസം നമ്മുടെ കയ്യിൽ എല്ലാ ദിവസവും ഇടണം കേട്ടോ. അതിൽ പിറ്റത്തെ ദിവസം നമുക്ക് 200 കള്ളി, 200 രൂപ നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ 200 കള്ളി വെട്ടാം. ഏതാണ് ഇടുന്ന എമൗണ്ട് ആ കള്ളി വെട്ടാം. അങ്ങനെ ഇത് വെട്ടി അവസാനം ഒരു 1 ഇയർ എത്തുമ്പോൾ നമുക്കത് 1,00,000 രൂപ ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഇടയിൽ പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. ഇത് പ്രകാരം തന്നെ A4 ഷീറ്റ് എടുത്തിട്ട് നമ്മൾ എഴുതണം. ഞങ്ങൾക്കൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ആദ്യമേ പറഞ്ഞത്. 10ൻ്റെ നോട്ട് എടുക്കാൻ ചില 1000 കള്ളിയിൽ എഴുതണം. അപ്പോൾ ഞങ്ങൾ എഴുതി 50ൻ്റെ കള്ളി വരെ എത്തിയിട്ടുള്ളൂ. ഇനി വേറൊരു A4 ഷീറ്റും കൂടി ഞങ്ങൾക്ക് എടുക്കണം. എന്നാലാണ് അത് ഫുള്ളായിട്ട് എഴുതാൻ പറ്റുള്ളൂ. 500 പിന്നെ 20ൻ്റെ എടുക്കാൻ വെച്ചാൽ നമുക്ക് 500 കള്ളിയിൽ എഴുതണം കേട്ടോ. എന്നാലാണ് ഓരോ ദിവസം നമുക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും 500ഉം 2,500 ഒന്നും ഇടാൻ പറ്റിയെന്ന് വരില്ല. 50 രൂപ ഇടാൻ പറ്റും. ചില ദിവസങ്ങളിൽ 20 രൂപ ഇടാൻ പറ്റുള്ളെങ്കിൽ 20 രൂപ ഇടാം. എത്രയാണോ എമൗണ്ട് ഇടണേ ആ എമൗണ്ടിൻ്റെ പൈസ അവിടെ കള്ളി വെട്ടാം. ഡേറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇടുന്ന എമൗണ്ടിൻ്റെ 50 രൂപ ഉള്ളതെന്നുണ്ടെങ്കിൽ 50 രൂപയുടെ കള്ളിയിൽ നിന്ന് ഒരെണ്ണം വെട്ടാം. അടുത്ത ദിവസം 200 രൂപ ഇടാണെന്നുണ്ടെങ്കിൽ 200 രൂപയുടെ കള്ളി വെട്ടാം. എല്ലാം കൂടി ഒരു 200 ഇടുമ്പോൾ 100ൻ്റെയും അപ്പുറത്തേക്കും വെട്ടി കഴിഞ്ഞാൽ ആ പൈസയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഞങ്ങളടുത്തൊന്ന് വിളിച്ച് പറയാം. അപ്പോൾ ഞങ്ങൾ 50 വരെ എഴുതിയിട്ടുള്ളൂ. ഇനി നാളെ ബാക്കി എഴുതുള്ളൂ. ഇനി 20ഉം എഴുതാണ്ട് 10ഉം എഴുതാണ്ട് 20 ഏകദേശം 500 ഉണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞ പ്രകാരം കറക്റ്റ് നിങ്ങൾ പൈസ എഴുതി ഇങ്ങനെ കള്ളികളിൽ എഴുതി വെക്കാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് 1,00,000 രൂപ കറക്റ്റ് നമുക്ക് കിട്ടും. വേണമെങ്കിൽ ഒന്നും കൂടിയും പറഞ്ഞ് കാണിച്ചു തരാം ഞങ്ങൾ എഴുതിയ ആ നോട്ടിൻ്റെ ക്രമം. ഇത് ചെറിയൊരു ബോക്സൊക്കെ മേടിച്ച് ഇത് കാര്യങ്ങൾ ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ A4 ഷീറ്റ് മേടിച്ചിട്ട് അത് മുട്ടിച്ചിട്ട് കള്ളികൾ വരച്ചിട്ട് ഇതേപോലെ തന്നെ ആക്കി കഴിഞ്ഞാൽ ഇത് 1,00,000 വേണ്ടവർക്ക് ഇനിയിപ്പോൾ 2 ലക്ഷമോ 3 ലക്ഷമോ 10 ലക്ഷമൊക്കെ വേണമെന്നുള്ളവർ ഇതേപോലെ ഈ 10 ലക്ഷം ഡിവൈഡ് ചെയ്തിട്ട് എത്ര നമുക്ക് ആക്കാൻ പറ്റും അതിൻ്റെ എമൗണ്ടുകൾ എഴുതി ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണക്കാരുടെ കാശാണ് ഞങ്ങൾ എഴുതിയേക്കണത്. ഇതിലും കൂടുതൽ വലിയ ബിസിനസ് അങ്ങനെ ചെയ്യണവർക്കൊക്കെയും നോട്ടുകളിലേക്ക് എണ്ണം മാറ്റാം. ഇപ്പോൾ 500ൻ്റെ 50 എന്നുള്ള 500 വേണമെങ്കിൽ അവർക്ക് എഴുതാം. അത് അവരുടെ കയ്യിലത്തെ
ബഡ്ജറ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് സാധാരണക്കാർക്ക് പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തിട്ട് ആർക്കെങ്കിലും ഉപകാരമായെങ്കിൽ കമൻ്റ് ഇട്ടോളൂ. ഓക്കെ.